ക്രോഷയുടെ ഓരോ പ്രൊഡക്ട്സുകൾ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിതൊക്കെ തുടങ്ങിയത്. ആദ്യം തന്നെ ഞാൻ പഠിച്ചത് ക്രോഷയുടെ ചെയിൻ സ്റ്റിച്ചാണേ. ആ ഒരു സ്റ്റിച്ചും വെച്ച് ഞാൻ കുറേ ദിവസം തള്ളി നീക്കിയായിരുന്നു കേട്ടോ. എന്നാലും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നില്ലായിരുന്നു. പിന്നെ പ്രാക്ടീസ് ചെയ്ത് അവസാനം അത് സക്സസ് ആയി എന്ന് തന്നെ വേണം പറയാൻ. അപ്പോഴേക്കും കൈയൊക്കെ ഏകദേശം ക്രോഷയുടെ ആ ഒരു പാതയിലേക്ക് വഴങ്ങി തുടങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. അതിനുശേഷം 2-3 കുട്ടി പ്രൊഡക്ട്സുകൾ ഞാൻ ഉണ്ടാക്കി നോക്കി. അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ വീഡിയോയിൽ. ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്ലവർ ബ്ലാങ്കറ്റ് ബൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നേ. ബിഗിനർ ആയതുകൊണ്ട് തന്നെ വലിയ ബ്ലാങ്കറ്റിലേക്കൊന്നും ഞാൻ കടന്നില്ല കേട്ടോ. ചെറിയൊരു കുട്ടി ബൊക്കെയാട്ടോ ഉണ്ടാക്കിയത്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സ്റ്റെപ്പായിട്ട് ഓരോന്നും കടമ്പകളും കടന്ന് ദേ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ദേ ഇലകളാട്ടോ ഇപ്പോൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, എന്നെപ്പോലെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാവരും പുറകോട്ട് പോകണ്ട, മുന്നോട്ട് തന്നെ പോയിക്കോ. പയ്യെ നമുക്കും പറ്റൂ കേട്ടോ. പിന്നെ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് വലിയ ആർഭാടങ്ങളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. ഒരു 2.5-ൻ്റെ ഒരു ഹുക്കും പിന്നെ ഒരു വില കുറഞ്ഞൊരു യാണും മതി. അതിലൊന്ന് പാകമാകുമ്പോൾ നമുക്ക് വലുതിലേക്ക് പോകാമല്ലോ. ഇതൊക്കെ പറഞ്ഞത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇനിയും ഉണ്ടെന്നറിയാം. അപ്പോൾ മടിച്ച് നിൽക്കണ്ട, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഫ്ലവർ ബൊക്കെയുടെ ഫൈനൽ റിസൾട്ട് എന്തായാലും അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിലും നന്നായി എന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്രോഷേ ഫ്ലവർ ബൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ക്രോഷേ പ്രൊഡക്ട്സിന് കൂട്ടുകാർക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലേ. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്ലവർ ബൊക്കയിലേക്കുള്ള ഫ്ലവേഴ്സ് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തത്. 13 ഫ്ലവേഴ്സാണ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫൈനൽ റിസൾട്ട് ദേ ഇങ്ങനെയാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഫ്ലവർ ബൊക്കേനെ ഞാനൊരു ടീ കോസ്റ്ററായിട്ട് യൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.